നമ്മുടെ കേരളത്തിൽ കുറെ വികസനങ്ങൾ വന്നിട്ടില്ലേ? കുറെ വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ UDF-നായിരിക്കുള്ളൂ. ഭരണം തന്നെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നുണ്ട് അമ്മ. നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കേരളത്തിലെ സാഹചര്യം അറിയാലോ. അപ്പോ ഇടതും വലതും മാറി മാറി എങ്ങനെ CPM അല്ല നമ്മള് BJP ആണ്. പക്ഷെ അവിടെ അതിനെ വരുള്ളൂ. ഹലോ, ഇലക്ഷൻ ആണ്. നമുക്ക് വോട്ടർമാരുടെ അടുക്കലോട്ട് ഇറങ്ങിച്ചെന്ന് ചോദിക്കാം, കേരളം ആർക്കൊപ്പമാണെന്ന്. വാ കൂടെ പോരെ. ആർക്കാ വോട്ട് ചെയ്യാൻ പോണമ്മ? ഞാൻ അരിവാള്. അരിവാളാ? അപ്പൊ പെൻഷനൊക്കെ കൂട്ടി തന്നിട്ടുണ്ടല്ലോ പിണറായി വിജയൻ. എങ്ങനെയുണ്ട്? സന്തോഷമായ? ഇങ്ങോട്ട് നോക്കി പറ. സന്തോഷമായ? സന്തോഷമായ? എത്രയുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അമ്മക്ക്? 2000 രൂപ കിട്ടുന്നുണ്ടല്ലേ? സന്തോഷമായി. ഭരണം തന്നെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഭരണം തന്നെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നുണ്ട് അമ്മ? നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കോൺഗ്രസ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? കിട്ടുവാ? കിട്ടൂലേ? പേടിയാണോ? ആര് വരണം ആഗ്രഹിക്കണം ഇവിടെ പഞ്ചായത്തില്? അമ്മ ഹാപ്പിയാണോ ഈ ഭരണത്തില്? ഹാപ്പിയാണ്. ഓക്കെ. അമ്മ വീട് എവിടെയാ? അമ്പലത്തിന്റെ അവിടെ. മാടവന അല്ലേ? ശരി അമ്മ. അമ്മ മുഖം ഒന്ന് കാണിച്ചമ്മ, നമ്മുടെ സന്തോഷം കാണണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അല്ലേ? എങ്ങനെ ഉണ്ടാവും കേരളത്തില് ആകപ്പാടെ ഒരു LDF മയം ഉണ്ട് മൊത്തത്തില്. LDF. കാരണം അവിടെ നമ്മുടെ കേരളത്തിൽ കുറെ വികസനങ്ങൾ വന്നിട്ടില്ലേ? കുറെ വികസനങ്ങൾ വന്നിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ സ്കൂളുകള്, പിന്നെ റോഡ്, നമ്മുടെ ഈ ചെറിയ റോഡുകളാണെങ്കിൽ പോലും എല്ലാം നല്ല വൃത്തിയാണ്. നമ്മൾ ഈ വണ്ടി ഓടിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. കുറെ റോഡുകൾ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അതെ, നമുക്കറിയാൻ പറ്റും. അങ്ങനെ മോശം റോഡൊന്നും നമുക്ക് പറയാനില്ല. അതുപോലെ റോഡുകളൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതം, നമുക്കൊക്കെ ഈ യൂബറൊക്കെ ഓടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ട്രിപ്പ് അടിച്ചാൽ നമുക്കുണ്ട് അത്ര തന്നെ. അതിപ്പം എല്ലാവരും ആര് വലിച്ചാലും ഇതൊക്കെ വരുന്നതല്ലേ. അത് ഓരോരുത്തരെ കുറ്റം പറയും. ഒരു പാർട്ടിയുടെ കുറ്റം പറയും. നമ്മൾ ജീവിക്കണം, നമ്മൾ പണിയെടുത്തലേ പറ്റുള്ളൂ. മതമല്ലല്ലോ, മനുഷ്യനല്ലേ വലുത്. അതെ. ഇപ്പൊ ഒരാളെ റോട്ടിൽ ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യനാണോ എന്ന് നോക്കാറില്ലല്ലോ. നമ്മൾ കേരളത്തിലുള്ളവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ മതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ജാതി മതം എന്നുള്ളൊരു മൈൻഡ് നമുക്കില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, മനുഷ്യനാണ് ആദ്യം മനുഷ്യൻ, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. മലയ്ക്ക് പോവാണോ? പോയി വരുവാണോ? എങ്ങനെയുണ്ട്? പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? തിരക്കൊന്നുമില്ല. എങ്ങനെയുണ്ട് ഭരണത്തിൽ? എങ്ങനെയുണ്ട്? തൃപ്തനാണോ? ഇലക്ഷൻ ഒക്കെ അല്ലേ? ആർക്ക് അവിടെ എവിടുന്ന് വരുന്നു? ഞങ്ങൾ വയനാട്ടിൽ ബത്തേരി. എങ്ങനെയുണ്ട് ഭരണം? കുഴപ്പമില്ല. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അല്ലേ? ആർക്കായിരിക്കും മുൻതൂക്കം അവിടെ? അങ്ങനൊക്കെ നിൽക്കുന്നു. എന്നാലും ആർക്കായിരിക്കും? ഇടതുപക്ഷമല്ലേ ഭരിച്ചൊക്കെ വരുന്നില്ലേ? ഇടതുപക്ഷമായിരിക്കും അല്ലേ? ഭരണത്തിൽ തൃപ്തനാണ്, കുഴപ്പമില്ല. എങ്ങനെയൊക്കെ പോവാ അല്ലേ? വയസ്സ് വന്ന തള്ളമാരൊക്കെ എന്തായാലും പെൻഷൻ വാങ്ങുന്നവർ എന്തായാലും പറയൂലേ, അല്ലേ ഞങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കണം, ഇത്രയൊക്കെ തന്നില്ലേ എന്നുള്ള ആ ഒരു ചിന്ത. ഹാപ്പിയാണ്. വോട്ട് വന്നിട്ട് ക്ഷീണിച്ചിരിക്കണം എല്ലാരും അല്ലേ? എല്ലാരും ഉണ്ട് കേട്ടാ. ഓക്കെ. ഭരണം എങ്ങനെയുണ്ട്? ഭരണം മോശമില്ലാത്ത ഭരണമാണ് ആണല്ലേ? പിന്നെ കോൺഗ്രസിന് എന്തൊരു സീറ്റ് കിട്ടുമായിരിക്കും അവിടെ? കോൺഗ്രസിന് പറയാൻ പറ്റില്ല, കേരളത്തിലെ സാഹചര്യം അറിയാലോ. അപ്പോ ഇടതും വലതും മാറി മാറി എങ്ങനെ. BJPക്ക് എങ്ങനെ ഉണ്ടാവും? BJP കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും തോന്നുന്നു. നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിലൊരു സീറ്റ് ലഭിച്ചല്ലോ. അപ്പോ ആര് വരും പ്രതീക്ഷിക്കാൻ പറ്റില്ല. 2026 പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുവാ? 26 പെൻഷൻ കാര്യങ്ങള്, പിന്നെ ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ചിട്ടായിരിക്കാം. അതിനൊക്കെ ഒരു സജീവമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് ഒന്നുകൂടി മുൻതൂക്കം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതു ഭരണം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. കുഴപ്പമില്ലല്ലേ? ശബരിമലയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുക്കങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് ക്രാഷ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തിരക്ക് കുറവാണ്. ആദ്യം സമയത്തെ പോലെയല്ല, ഇപ്പൊ തിരക്ക് കുറവാണ്. പോയപ്പോ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ബാത്റൂം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേനും കാട്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. നടപ്പാതകൾ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്താലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ്
ഇടത് ഭരണം കുഴപ്പമില്ല. കുഴപ്പമില്ല. കേരളത്തിലെ സാഹചര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അതെ. ഇടതും വലതും മാറി മാറി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭരണമാറ്റം ചിലപ്പോ കാണൂലായിരിക്കും അല്ലേ? ഭരണമാറ്റം കാണാൻ സാധ്യതയില്ല. ഇല്ല അല്ലേ? കുഴപ്പമില്ല, ഭരണം നല്ലതാണ് അല്ലേ? ഭരണം അത്യാവശ്യം നല്ലത് നിലനിൽക്കട്ടെ അല്ലേ? ആ. ഓക്കെ, ശരി എന്നാൽ കാണാം കേട്ടോ. പേരെന്താ? ജയപ്രകാശ്. ജയപ്രകാശ് ചേട്ടൻ പറഞ്ഞ അഭിപ്രായം കേട്ടോ. ഓക്കെ, ശരി എന്നാ കേട്ടോ. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അല്ലേ? പാലക്കാട്ടുകാരനല്ലേ? ഏഹ്? പാലക്കാട്ടുകാരനല്ലേ? പാലക്കാടൊക്കെ എങ്ങനെ പോണ്? പാലക്കാടില് നിങ്ങളെ പാലക്കാടില് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അല്ലേ? ഞങ്ങൾ അപ്രധാനപ്പെട്ട അവർ പ്രധാനപ്പെട്ടു. പാലക്കാടൊക്കെ ആർക്കാർക്കും മുൻതൂക്കം? പാലക്കാട് നമ്മളതിലെന്തായാലും അവർക്ക് തന്നെ. ആർക്ക്? CPM. CPM. നിങ്ങളെല്ലാം CPM-കാരാണ്. അല്ല, നമ്മള് BJP ആണ്. പക്ഷെ അവിടെ അവരെ വരുള്ളൂ. എന്താ പറയണത്, CPM-കാരായിരിക്കും മുൻതൂക്കം കേട്ടോ. കേരളത്തിലാകെ കേരളത്തിലല്ല, നമ്മളെ വാർഡില്. നിങ്ങളുടെ അവിടെ കേരളത്തിൽ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പേരെന്താ? എന്റെ രതീഷ്. രതീഷ് ചേട്ടാ അല്ലേ? വണ്ടി ഓടിക്കുകയാണല്ലേ? ആ. ഓട്ടം വന്നാണ് ഇങ്ങോട്ട്? ഓട്ടം വന്നാണ്. ഓക്കെ, ഓക്കെ കാണാൻ കേട്ടോ. ഓക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ഒക്കെ അല്ലേ, ആർക്കായിരിക്കും കൂടുതലും കേരളത്തില് ഭൂരിപക്ഷം കിട്ടും? കേരളത്തിലല്ല, പഞ്ചായത്ത് ഇലക്ഷനാണ് കേരളത്തില് പൊതുവേ ഉള്ളത്. അതിനെ വിളിക്കാം. പറഞ്ഞിട്ട് ഓടിപ്പോലെ. നമ്മളിപ്പോ ഒരു സ്ക്രാപ്പ് കടയിലാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അല്ലേ, ആർക്കായിരിക്കും കൂടുതലും മുൻതൂക്കം? UDF-നായിരിക്കോ, LDF-നായിരിക്കോ, BJP-ക്കായിരിക്കോ? ഇപ്പൊ ഇവിടെ UDF-നായിരിക്കുള്ളൂ. UDF-നായിരിക്കും അല്ലേ? ഇവിടെ UDF-ന്റെ കോട്ടയാണല്ലേ? UDF ആയിരുന്നു നേരത്തെ തുടങ്ങി, പിന്നെ ഇടക്ക് LDF ആയി. അല്ലേ? ഇപ്പൊ UDF പിടിക്കും. ആണല്ലേ? ഭരണത്തിൽ തൃപ്തനാണ്. പിന്നെ അപ്പൊ 2026-ല് എങ്ങനെയുണ്ടോ? ഭരണം മാറുമായിരിക്കോ? 26-ല് മാറി വന്നല്ല. ഒരാക്കിന് സ്ഥിരമായി കഴിഞ്ഞാൽ ശരിയാവില്ല. LDF മാറണമെന്നാണ് പറയുന്നത്. LDF മാറണമെന്നല്ല, ഭരണം കൊള്ളില്ലെന്നല്ല, LDF മാറി വരണം ഭരണം. ചേട്ടൻ പറയുന്നത് മാറി വരണം. പേരെന്താ? ജാഫർ. ആഫ്രിക്ക പറയണത് മാറി വരണം പറഞ്ഞു. എന്നാലും റെഡി ആവുള്ളൂ അല്ലയോ? അത് തന്നെ, എല്ലാവർക്കും വരണം, എല്ലാ ഇതും തന്നെയല്ല. ഭരണ തൃപ്തനാണോ? ഭരണം കുഴപ്പമില്ല, തൃപ്തനാ. ഓക്കെ. അണ്ണന്റെ പേരെന്താ? ബാബുവാ. ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആരൊക്കെ ആയിരിക്കും ജയിക്കുക? ഏതെല്ലാം ഐഡിയ ഉണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ആണോ? എന്നാലും ആർക്കായിരിക്കും? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് രണ്ടുപേരും ഇപ്പൊ കട്ടക്കെട്ടൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത ഇതാണ്. ആണല്ലേ? BJP സീറ്റൊക്കെ പിടിക്കുമായിരിക്കും ഇവിടെ? കുറച്ച് പിടിക്കും. രണ്ടുപേരും പരസ്പരം അല്ലേ? മരടിൽ അങ്ങനെ അല്ലേ? എല്ലാരും പിടിക്കും. എല്ലാരും പരിചയത്തിന്റെ പേരിൽ നല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് LDF-നായിരിക്കും ഇച്ചിരൂടെ അല്ലേ കേരളത്തിലല്ലേ? കൂട്ടം. പിന്നെ അതുപോലെ തന്നെ UDF-ന്റെ മറ്റേ സ്വർണ്ണ കള്ള കേസും അതൊക്കെ വരുമ്പോ രണ്ട് ഈക്വലായിട്ട് തന്നെ പോകുന്നത്. ആണോ? ചേട്ടൻ പറയുന്നത് സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുമ്പോൾ നേരത്തെ നടന്ന സംഭവങ്ങളല്ലേ, കുത്തിപ്പൊക്കി രാഷ്ട്രീയ കളിയായിട്ട് തന്നെ മാറണത്. അതിപ്പോ യഥാർത്ഥമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള അതില് കുറച്ച് ജനങ്ങള് മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജന സംസാരം. ഓക്കെ. പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ ഇവിടെ ഭൂരിപക്ഷം കിട്ടാറ് ചാൻസ്? എന്നാലും ഒന്നും അഭിപ്രായം മാത്രമേ പറഞ്ഞാൽ മതി. ഒന്നും അറിയില്ലേ? എന്നാലും ഒന്നും പറ. UDF-നായിരിക്കോ കേരളത്തില്, അതോ LDF-നായിരിക്കോ? ഒന്നും അറിയില്ല. ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം പറയണ്ട? ഒരഭിപ്രായം ഇല്ല. രണ്ടുപേർക്ക് വോട്ട് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞിട്ട് ഒരഭിപ്രായം ഇവിടെ മൊത്തം വെള്ളമൊക്കെ കയറി ആകെ കിടക്കണ. അപ്പൊ അവരത് പറയണത് ഇവിടെ ആകെ കുളമായിട്ട് കിടക്കുവാണ്. ആര് റെഡിയാക്കി തരുന്ന അവർക്ക് വോട്ട് ചെയ്യില്ല, അത്രേ ഉള്ളു. എന്നാലും ആർക്കെങ്കിലും മുൻതൂക്കം കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇവിടെ കേരളത്തില്? ആണല്ലേ? അതെ, നല്ല ഭരണമാണ് ഇല്ലേ? ഭരണം കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ജീവിച്ചു പോവാ. അതെ. വോട്ടർമാർ ആർക്കൊപ്പമാണെന്ന് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ആർക്കൊക്കെ ഒപ്പമാണെന്ന് കമന്റ് ചെയ്യുക.